ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് T20 വേൾഡ് കപ്പ് വിജയിച്ചു വന്ന നമ്മുടെ സ്വന്തം സഞ്ജു സാംസണ് നമ്മുടെ സംസ്ഥാനം ഒരു ആദരവ് കൊടുക്കാനായിട്ട് പോകുന്നു. ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും സ്പോർട്സ് മന്ത്രിയും പങ്കെടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സഞ്ജു സാംസണ് ആ ഒരു വേദിയിൽ വെച്ച് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ ആദരവ് അർപ്പിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് വളരെ സങ്കടത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്, സഞ്ജു സാംസന്റെ ഈ ഒരു ആദരവ് പ്രോഗ്രാം അതിപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. അതായത് ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഇനി ഇത്തരത്തിൽ സ്വന്തമായിട്ട് എടുത്തൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഓർഡറാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ സഞ്ജു സാംസണ് നാളെ ട്രിവാൻഡ്രത്ത് വെച്ച് കൊടുക്കാനിരുന്ന ആ ഒരു ആദരവ് പ്രോഗ്രാം ഈ ഒരു സമയത്ത് അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഒരുപാട് സങ്കടമുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ തീർന്നതിന് ശേഷം അടുത്ത മന്ത്രിസഭ, അതിപ്പോൾ LDF, UDF, BJP ആരുമായിക്കോട്ടെ, അധികാരത്തിലേറുന്നവർ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യം ചെയ്യണമെന്നുള്ളത് സഞ്ജു സാംസനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു ആരാധകൻ എന്നുള്ള രീതിയിലും ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത മന്ത്രിസഭ കയറുന്ന സമയത്ത് തീർച്ചയായിട്ടും സഞ്ജു സാംസണ് കൊടുക്കേണ്ട ആ ഒരു ആദരവ് തീർച്ചയായിട്ടും വിട്ടുപോവാതെ അധികം വൈകാതെ തന്നെ കൊടുക്കണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് ഒത്തിരി സങ്കടമുണ്ട്. കാരണം നാളെ കണ്ടക്ട് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. ഒത്തിരി പേര് ആ ഒരു പ്രോഗ്രാമിന് പോകാനും സഞ്ജുവിനെ നേരിട്ട് കാണാനും സഞ്ജു വാങ്ങുന്ന അവാർഡുകളൊക്കെ നേരിട്ട് കാണാനായിട്ട് താല്പര്യപ്പെട്ടിരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അതൊരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഇനി സംസ്ഥാന സർക്കാരിന് സ്വന്തം തീരുമാനത്തിൽ ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നിയമമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അനുസരിച്ചേ പറ്റൂ. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു അടുത്ത മന്ത്രിസഭ കയറുന്ന സമയത്ത് ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും സഞ്ജു സാംസണ് കൊടുക്കുന്ന ഈ ഒരു അവാർഡ് തീർച്ചയായിട്ടും വിട്ടുപോവാതെ കൊടുക്കണം എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്